ജുബൈലുള്ള വിശേഷങ്ങൾ കാണാൻ റിയാദിൽ നിന്നും ഒരു 2-3 ദിവസത്തേക്കുള്ള യാത്ര തിരിച്ചതായിരുന്നു ഞങ്ങൾ. ജുബൈലിലെത്തി ആദ്യം തന്നെ ഫീൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന റോഡിലെ ഒരു സമാധാനമാണ്. റിയാദിലെ ട്രാഫിക് അറിയാലോ. ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റൽ സിറ്റിയാണ് നമ്പർ 1. ജുബൈൽ ഒരു ചെറിയ സ്ഥലമായതുകൊണ്ടായിരിക്കാം റോഡിൽ ഒരു ശല്യവുമില്ല. മറ്റൊരാളും വേറൊരാളെ ശല്യം ചെയ്യാൻ വരുന്നതേയില്ല. സമാധാനത്തിലുള്ള ഡ്രൈവിംഗ് ആണ്. റോഡ് വളരെ ശാന്തമായിട്ട് തോന്നി. അത് ജുബൈലിൽ വന്നപ്പം ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ പ്രൊവിൻസസിൽ നിൽക്കുന്ന ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ കാണാനുള്ള കാഴ്ചകൾ കുറവാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സീനറീസും കുറച്ച് സ്ഥലങ്ങളും നമുക്കൊന്ന് കാണാമെന്ന് കരുതിയാണ് ഞങ്ങൾ മൊബൈലും ക്യാമറയൊക്കെ തൂക്കി ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ പ്ലാൻ ഇട്ടത് നഖീൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയാണ്. വെയിലൊക്കെ ഒന്ന് താണു കഴിഞ്ഞപ്പം ജുബൈലിലെ നഖീൽ ബീച്ച് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ജുബൈൽ അറിയാമല്ലോ എല്ലാവർക്കും. നമ്മളുടെ ഈസ്റ്റേൺ പ്രൊവിൻസസിലുള്ള ഒരു ചെറിയ സ്ഥലമാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ സിറ്റി ഇൻ ദ വേൾഡ് എന്ന് തന്നെ നമുക്ക് ജുബൈലിനെ പറയാൻ പറ്റും. ലോകത്തിലെ തന്നെ 4ാമത്തെ ലാർജസ്റ്റ് പെട്രോകെമിക്കൽ കമ്പനിയായ സാബിക്ക് ഈ ജുബൈൽ എന്ന് പറയുന്ന ഈ ചെറിയ സിറ്റിയിലാണ് നിലകൊള്ളുന്നത്. ആൻഡ് നമ്മൾ സൗദിയിലുള്ളവരുടെയൊക്കെ കുടിവെള്ളത്തിൻ്റെ ഉടമയായ IWPP ഉള്ളതും ജുബൈലിൽ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാമെങ്കിലും ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ്, ഞങ്ങൾ വന്നത് ഒരു സെപ്റ്റംബറിലാണ്. ഇപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് വിൻ്റർ സീസൺ ആയിപ്പോയി. ബട്ട് ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് 47 ഡിഗ്രി അങ്ങനെ ആയിരുന്നു ആ സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റ്. ഒന്ന് കുറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് എത്തിയത്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല പുഴുക്കം ഉണ്ടായിരുന്നു. അത് നിയർ ബൈ ഇതുപോലെ ഷോറാണല്ലോ. സോ ആ ഒരു ക്ലൈമറ്റാണ്. അപ്പം നമ്മളിതേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ബീച്ചിലേക്കാണ്. നഖീൽ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്താറായി. ഏകദേശം ആ പോർട്ട് ഭാഗമായി. ഇവിടുന്ന് അങ്ങോട്ട് നഖീൽ ബീച്ചിൻ്റെ എൻട്രിയാണ്. ഇവിടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പാർക്കിങ്ങിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്, നല്ല സ്പേസസ് ഉണ്ട്. ഒരുപാട് ക്രൗഡഡ് അല്ലാത്തത് കാരണം തന്നെ നമുക്കൊരു സമാധാനമുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് നഖീൽ ബീച്ചിലുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രി ആണ്. ബട്ട് ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് ഇവർ പറയുന്നത് നൈറ്റ് 10 AM 10 PM വരെയാണ് നൈറ്റ്. അത് ഓൺ സാറ്റർഡേസ്. ആ സമയം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഔട്ടാവണം എന്നൊരു ഒരുപാട് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. പിന്നെ ഇവിടെ ഒരു ഓസം ഫോട്ടോഗ്രാഫി സ്പേസ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് ഓഫ് ജുബൈൽ എന്ന് പറയുന്നത് ഈസ് ടു വിസിറ്റ് നഖീൽ ബീച്ച്. നമ്മൾ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. റിയാദിൽ കടലില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ കടൽ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. കിട്ടുവിനൊക്കെ നേരെ എടുത്ത് വെള്ളത്തിൽ ചാടാൻ തോന്നി. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് അലൗഡ് അല്ല. ഇവിടെ ഇറങ്ങണമെങ്കിൽ കുറച്ച് ഏരിയാസ് അപ്പുറത്തേക്ക് മാറി വേണം പോകാൻ. പിള്ളേരൊക്കെ ഉള്ളത് കാരണം നമ്മൾ വെള്ളത്തിൽ ചാടാൻ നിന്നില്ല. സൈഡിൽ നിന്ന് ഇതുപോലെയുള്ള ഭംഗികളൊക്കെ ആസ്വദിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ ടൈം ഏകദേശം സൺസെറ്റ് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത്. ശരിക്കും സൺസെറ്റ് ടൈമിൽ പോകുമ്പോഴാണ് ആ ഒരു ഫീൽ കിട്ടുന്നത്. പാർക്കിംഗ് ഏരിയ കണ്ടില്ലേ? നമുക്ക് സമാധാനമായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മളിങ്ങനെ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഹോൺ അടിച്ച് നിൽക്കുന്ന ബുദ്ധിമുട്ടൊന്നും നഖീലിൽ ചെന്നപ്പം നമുക്ക് ഫീൽ ചെയ്തില്ല. അതൊക്കെ നമുക്ക് റിയാദ് കമ്പയർ ചെയ്യുമ്പം കിട്ടുന്ന കുറേ സമാധാന കാര്യങ്ങളാണ്. പിന്നെ അത്യാവശ്യമുള്ള എല്ലാ അമ്യൂണിറ്റീസും ഇവിടെ പ്രൊവൈഡഡ് ആണ് കേട്ടോ. ഇതിന് സറൗണ്ടിങ്സിലാണെങ്കിലും നല്ല പ്രോപ്പർ ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂംസ് ആണ്.
അത്യാവശ്യമുള്ള എല്ലാ അമ്യൂണിറ്റീസും ഈ വാഷ്റൂം പോലെ തന്നെ നമുക്ക് റെസ്റ്റ് റൂംസ് ആണെങ്കിലും, ഇപ്പോൾ ഷവറിംഗ് ഫെസിലിറ്റി ആണെങ്കിലും, അതേപോലെ തന്നെ ഓരോ ഷെയ്ഡഡ് സീറ്റിംഗ്സ് ഏരിയാസും, കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും, അതേപോലെ തന്നെ എല്ലാ രീതിയിലും ഒരു കംഫർട്ടബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും ട്ടോ വരുന്നവർക്ക്. പിന്നെ കുട്ടികൾക്കുള്ള ഇതുപോലെ കുറേ പാർക്സ് ആൻഡ് ഏരിയാസ് ഉണ്ട്. അവിടെ ചെറിയ എന്തോ എൻട്രി ഫീ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പെർ ഹെഡ് 10 റിയാൽസോ അങ്ങനെ എന്തോ ആണ്. ഈ ബീച്ച് സൈഡ്സിൽ തന്നെ അത്യാവശ്യമുള്ള കഫേസ് ആൻഡ് ലോക്കൽ സ്നാക്സ് ഒക്കെ കിട്ടും. പിന്നെ റിഫ്രഷിംഗ് ബിവറേജസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഫോർ റീചാർജിങ് ആഫ്റ്റർ എ ഡേ അണ്ടർ ദ സൺ. പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഈസ് റിയലി വൈബ്രൻറ്റ്. നഖീൽ ബീച്ചിൽ വന്നാൽ നമ്മൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും സ്പെഷ്യൽ, വൺ ഓഫ് ദ സ്പെഷ്യൽ ഓഫ് നഖീൽ ബീച്ച് എന്ന് പറയുന്നത് ഹെൽത്ത് റിഫ്ലെക്സോളജി പാത്വേ ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. നമ്മുടെ ബോഡിയിലെ വേരിയസ് എനർജി മെറിഡിയൻസുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന നമ്മുടെ കാൽപാദങ്ങളിലെ അക്യുപ്രഷർ പോയിന്റ്സ് ഉണ്ടല്ലോ, അതിനൊക്കെ കിട്ടുന്ന മസാജും അതിന് കിട്ടുന്ന ഒരു അതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്താണ് ഈ ഹെൽത്ത് റിഫ്ലെക്സോളജി പാത്വേ എന്ന് പറയുന്നത്. ഞങ്ങളും ഇതിൽ കൂടെ കുറച്ച് റൗണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബിഫോർ ദാറ്റ് അവർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു ബോർഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ശരിക്കും അതിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. ശരിക്കും അവർ പറയുന്നത് വിത്തൗട്ട് സോക്സ് നടക്കുന്നതാണ് ഫോർ എ ബെറ്റർ റിസൾട്ട്. നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു നമ്മുടെ അക്യുപ്രഷർ പോയിന്റ്സിൽ കിട്ടുന്ന ആ ഒരു മസാജിൻ്റെ ആ ഒരു പക്ക എഫക്റ്റ് കിട്ടണമെങ്കിൽ വി മസ്റ്റ് വാക്ക് വിത്തൗട്ട് ഷൂസ് ആൻഡ് സോക്സ്. നമ്മളുടെ കാൽപാദങ്ങൾ ഡയറക്റ്റ് ടച്ചായി വാക്ക് ചെയ്യണം എന്നാണ്. പിന്നെ അവിടെ പറയുന്ന ഒരു കണ്ടീഷൻ, വി മസ്റ്റ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. നല്ലോണം ബ്രീത്ത് ഔട്ട് ചെയ്ത് വേണം പോകാൻ. ഇപ്പം ഇൻ കേസ് ഇഫ് യു ഫീൽ സം ടയേർഡ്, നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം തുടരുക എന്നാണ്. പക്ഷെ ഞാനങ്ങ് വരുന്നില്ല. എനിക്ക് സൺസെറ്റ് കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റ് വർക്കുകളെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയും കൂടെ വന്ന ശരിക്കും ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് പറയാതെ അങ്ങനെ നഖീൽ ബീച്ചിലെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ജുബൈലിലെ എന്താണ് വിശേഷം, ഞങ്ങൾ എവിടെയാണ് വിസിറ്റ് ചെയ്തത് എന്നുള്ള ഒരു ഷോർട്ട് അപ്പ് വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും. സോ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ, സൈനിങ് ഔട്ട് ഫ്രം ചിപ്പി ജ്യോതിഷ് ടോക്സ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.